അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയമുള്ളവരെ, നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നവാഖിദുൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിൻ്റെ വിശദീകരണമാണ് നടത്തി വരുന്നത്. അൽഹംദുലില്ലാ, ഈ കിതാബിൻ്റെ ഒന്നാമത്തെ നാക്കിൽ 10 നാക്കിലുകളാണ് ഈ കിതാബിൽ പറയുന്നത്. ഇസ്ലാമിനെ മുറിച്ച് കളയുന്ന 10 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ സംസാരിച്ച് വരുന്നത്. അതിലിനി നമുക്ക് വായിക്കാനുള്ളത് മസ്അല ഹുക്മു ഷിർക്കിൽ അക്ബർ, വലിയ ഷിർക്കിൻ്റെ വിധി എന്ത് എന്നതാണ്. നമ്മൾ ഷിർക്ക് 2 വിധമുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് അഷിർക്കുൽ അക്ബർ, വലിയ ഷിർക്ക്. 2 അഷിർക്കുൽ അസ്ഗർ, ചെറിയ ഷിർക്ക്. ഇനി വലിയ ഷിർക്കിൻ്റെ വിധി എന്ത് എന്നതാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമതായി ഫിദ്ദുന്യ, ദുനിയാവിൽ തസ്ബുതു ലഹു അഹ്കാമുൽ കുഫാർ ഫിദ്ദുന്യ. വലിയ ഷിർക്ക് ചെയ്തവന് ദുനിയാവിലുള്ള വിധി അവൻ കാഫിറിൻ്റെ ഹുക്കുമിലാണ്. കാഫിറിന് എന്തൊക്കെയാണോ ഹുക്കുമുള്ളത് ആ ഹുക്കുമൊക്കെ വലിയ ചിർക്ക് ചെയ്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവന് ബാധകമാണ്. എന്തൊക്കെയാണ് അത്? മിൻ ഇംതിനായിൽ മുനാക്കഹ, വലിയ ചിർക്ക് ചെയ്യുന്നവരായിട്ട് നിക്കാഹ് ബന്ധം പാടില്ല. വഹുർമത്തി ദബാഹി അദാഹിലിൽ കിതാബ്, അവൻ അറുത്തത് ഭക്ഷിക്കാൻ പാടില്ല. അഹ്ലുൽ കിതാബ് ഒഴികെ. അഹ്ലുൽ കിതാബിൻ്റെ അറുത്തത് കഴിക്കാമെന്ന് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. വലിയ ചിർക്ക് ചെയ്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളുടെ അറവ് അത് ഹറാമാണ്, അത് തിന്നാൻ പാടില്ല. മൂന്നാമത്തത് വൻകിതായി തവാറുസ്, അനന്തരാവകാശം എടുക്കുകയില്ല. വലിയ ചിർക്ക് ചെയ്ത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളുടെ സ്വത്ത് അയാളുടെ മക്കൾക്ക്, മക്കൾ മുസ്ലിം ആണെങ്കിൽ അതും കിട്ടൂല. ഇയാൾ മക്കൾ മരിച്ചാൽ അല്ലെങ്കിൽ ഉപ്പ മരിച്ചാൽ അയാൾക്കും കിട്ടൂല. അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടൂല. മുസ്ലിമിനെ കാഫിറോ കാഫിറിനെ മുസ്ലിമോ അനന്തരം എടുക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വഹിലിൽ ഇസ്തിർഖാഖി ബിൻ നിസ്ബത്തിൽ ലിൽ ഹർബി, ഇസ്ലാമിനോട് യുദ്ധം ചെയ്യുന്ന ഒരു ഹർബിയാണ് എങ്കിൽ, ഇസ്ലാമിന് ശത്രുത വെച്ച് പുലർത്തുന്ന, ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുന്ന, മുസ്ലിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ആളാണ് എങ്കിൽ, യുദ്ധത്തിലൂടെ അവനെ പിടിക്കുകയാണ് എങ്കിൽ അവനെ അടിമയാക്കി വെക്കൽ അനുവദനീയമാണ്. അവൻ അടിമയായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. വ അദമി സലാത്തി അലൈഹി, വലിയ ചിർക്ക് ചെയ്ത് മരണപ്പെട്ട ആളുടെ മേൽ ജനാസ നിസ്കരിക്കാൻ പാടില്ല. അവർക്ക് വേണ്ടിയിട്ട് മയ്യിത്ത് നിസ്കാരം പാടില്ല, ഹറാമാണ്. വ ഖബരിഹി, അവനെ മുസ്ലിമീങ്ങളുടെ ഖബറിൽ മറവ് ചെയ്യാനും പാടില്ല. ഫി മഖാബിരിൽ മുസ്ലിമീൻ, വ ഖബരിഹി ഫി മഖാബിരിൽ മുസ്ലിമീൻ. ഇതൊക്കെ ദുനിയാവിലുള്ള വലിയ ചിർക്ക് ചെയ്ത ആളുടെ വിധിയാണ്. ഇതൊക്കെ കാഫിറുകൾക്കുള്ള വിധിയാണ്. ആ വിധി ഈ വ്യക്തിക്കും ബാധകമാണ്. വഗൈരി ദാലിക മിൻ അഹ്കാമി ദുനിയ അൽ കസീറ, അതുപോലെ ഭൗതികപരമായ ഒരുപാട് ദുന്യവിയായ ഒരുപാട് വിധികളുണ്ട്. അതെല്ലാം അവന് ബാധകമാണ്. കുഫാറുകൾക്ക് എന്തെല്ലാം വിധി ബാധകമാണോ ആ വിധിയെല്ലാം ഇവനും ബാധകമാണ്. രണ്ടാമത്തേത് അൽ അഹ്കാമുൽ ഉഖ്റവിയ്യ, നാളെ പരലോകത്ത് ഇവൻ്റെ വിധി എന്താണ് എന്നതാണ്. ഫഇന്നല്ലാഹ ഹറമൽ ജന്നത അലാ കുല്ലി കാഫിർ, എല്ലാ കാഫിറിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗ്ഗം ഹറാമാക്കിയിട്ടുണ്ട്. വമഅവാഹു അന്നാർ, അവൻ്റെ പാർപ്പിടം നരകമാണ്. ഖാലിദൻ ഫീഹ അബദ, അവനെന്നും അവിടെ കാലാകാലാണ്. അത് അല്ലാഹു പറഞ്ഞതാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കുവെച്ചാൽ, അല്ലാഹുവിന് ശിർക്ക് ചെയ്താൽ, ഹറമ അലൈഹിൽ ജന്ന, അവൻ്റെ മേൽ സ്വർഗ്ഗം ഹറാമാണ്. വമഅവാഹു അന്നാർ വമാ ലിസ്സാലിമീന മിൻ അൻസാർ, അവൻ്റെ പാർപ്പിടം നരകമാണ് എന്ന്. വലാ തനാലുഹും ഷഫാഅത്തു ഷാഫിഈൻ, അവർക്ക് ഷാഫിഈകളുടെ ശുപാർശ ചെയ്യുന്നവരുടെ ശുപാർശ ഉപകരിക്കുകയില്ല. അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ശുപാർശ ചെയ്യാൻ വേണ്ടി മുവഹിദുകൾക്ക് അനുവാദം കൊടുക്കുകയില്ല. ശുപാർശ ചെയ്യണമെങ്കിൽ അള്ളാഹുവിൻ്റെ അനുവാദം വേണം. അള്ളാഹു അനുവദിച്ചവർ മാത്രമേ ശുപാർശ ചെയ്യുകയുള്ളൂ. ആ വിഷയത്തിലാണോ അള്ളാഹു അനുവദിച്ചത് അവർക്കേ ശുപാർശയുള്ളൂ. അപ്പോൾ കാഫിറിൻ്റെ വിഷയത്തിൽ ശുപാർശയേ ഇല്ല. ഇനി ആരെങ്കിലും ശുപാർശ ചെയ്തും കൂട്ടിക്കോ, എന്നാൽ പോലും അവൻ്റെ ശുപാർശ ഉപകരിക്കുകയില്ല.
തൻഫഉഹും ശഫാഅത്തു ശാഫിഈൻ. ഇനി ആരെങ്കിലും ശുപാർശ ചെയ്താൽ തന്നെ ആ ശുപാർശ ഉപകരിക്കുകയില്ല, അള്ളാഹ് സ്വീകരിക്കുകയില്ല. വലാ യദ്ഖുലൂന തഹ്ത ഹുക്മിൽ മശീഅത്തിൽ ഇലാഹിയ്യത്തിൽ മുതഅല്ലിഖത്തി ബിൽ മഗ്ഫിറ. അള്ളാഹുവിൻ്റെ മശീയത്തുമായി അവന് ബന്ധവും ഉണ്ടാകുകയില്ല. അള്ളാഹു നാളെ പരലോകത്ത് അടിമകളെ വിചാരണ ചെയ്യുമ്പോൾ മുവഹിദായ ഒരാളാണ് എങ്കിൽ, മറ്റു പാപങ്ങളാണ് ചെയ്തത് എങ്കിൽ, ആ പാപത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനം ഒന്നുകിൽ അള്ളാഹു പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ അള്ളാഹു ആ പാപം എന്താണോ അതിൻ്റെ ശിക്ഷ എന്താണോ അത് നൽകും. എന്നാൽ വലിയ ശിർക്ക് ചെയ്ത ഒരാൾക്ക് അതില്ല. മശീയത്തിൻ്റെ കീഴിലല്ല അവൻ കാലാകാലം നരകത്തിലാണ്. ഇമ്മ ഗഫറല വ ഇമ്മ അദബ എന്ന പ്രയോഗം അവനിലില്ല. ഒന്നുകിൽ പുറത്തു കൊടുക്കുക അല്ലെങ്കിൽ ശിക്ഷിക്കുക എന്ന പ്രയോഗം അവനിലില്ല. അവനക്ക് ശിക്ഷ തന്നെയാണ്. ശിർക്കല്ലാത്ത മറ്റു പാപങ്ങൾ ചെയ്താൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറയുന്നത്, അവൻ പൂർണ്ണമായും തൗബ ചെയ്തിട്ടുണ്ട് എങ്കിൽ, ആ തൗബ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ നാളെ പരലോകത്ത് ആ പാപത്തെക്കുറിച്ച് ചർച്ചയേയില്ല. രണ്ടാമത്തേത്, ഒരു വൻപാപം ചെയ്തു, അത് അവൻ ഉറച്ചു നിൽക്കുന്നില്ല, അവൻ അല്ലെങ്കിൽ ആ പാപത്തിന് അവന് ദുനിയാവിൽ തന്നെ ശിക്ഷ കിട്ടി എങ്കിൽ ആ ശിക്ഷ നാളെ പരലോകത്ത് അവൻ കഫാറത്താണ്, പാപപരിഹാരമാണ്, ദുനിയാവിൽ തന്നെ ശിക്ഷ കിട്ടിയിട്ടുണ്ട് എങ്കിൽ. മൂന്നാമത്തേത്, ഒരാൾ വൻപാപം ചെയ്ത് വലിയ വലിയ പാപങ്ങൾ ചെയ്തു, അവൻ തൗബ ചെയ്തിട്ടില്ല, ദുനിയാവിൽ നിന്ന് ശിക്ഷയും കിട്ടിയിട്ടില്ല, പാപവുമായിട്ടാണ് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അവൻ പോകുന്നത് എങ്കിൽ, അവൻ്റെ വിഷയത്തിൽ അവൻ മുവഹിദാണ് എങ്കിൽ ഇമ്മ ഗഫറല വ ഇമ്മ അദബ, ഒന്നുകിൽ അള്ളാഹു പുറത്തു കൊടുക്കും അല്ലെങ്കിൽ അള്ളാഹു അവനെ ശിക്ഷിക്കും. ഇത് ഒരു മുവഹിദിന്റെ ഹുക്കുമാണ്. എന്തായാലും ശിക്ഷയുണ്ട്, ഓൻ നരകത്തിൽ കടക്കന്നെ ചെയ്യും, ഓൻ ശിക്ഷ കിട്ടിയേ തീരൂ എന്നതൊന്ന് മുവഹിദിന്റെ മേൽ ഇല്ല. ഈ മൂന്നാലൊന്നാണ്. അള്ളാഹുവിൻ്റെ മശീയത്തിലാണ് അവൻ തൗബ ചെയ്യാതെയാണ് മരിച്ചത് എങ്കിൽ. എന്നാൽ ശിർക്ക് ചെയ്തിട്ടാണ് മരിക്കുന്നത് എങ്കിൽ, അത് വലിയ ശിർക്കാണ് എങ്കിൽ ഈ ചർച്ചയേ ഇല്ല, അവൻ കാലാകാലം നരകത്തിലാണ്. അതാണ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ വമാ ലിസ്സാലിമീന മിൻ അൻസാർ ഇലാ ഗൈരി ദാലിക. ഇതുപോലുള്ള മറ്റ് കാര്യങ്ങളൊക്കെ നാളെ പരലോകത്ത് അവനുണ്ടാകും. കാഫിര്യങ്ങൾക്ക് എന്താണോ വിധി, ആ വിധി അവൻ നാളെ ഉണ്ടാകും. പണ്ഡിതന്മാർ പറയുന്നത്, മറ്റ് പാപങ്ങൾക്കില്ലാത്ത 3 ശിക്ഷകൾ ഷിർക്കുൻ അക്ബറിനുണ്ട് എന്നാണ്. വലിയ ഷിർക്കിനുണ്ട്. ഒന്നാമത്തേത്, വലിയ ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവൻ ചെയ്ത സകല സൽക്കർമ്മങ്ങളും ബാത്തിലാകും. വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകുനന്ന മിനൽ ഖാസിരീൻ എന്ന ആയത്താണ് തെളിവ്. ഓ പ്രവാചകരെ, അങ്ങേക്കും മുമ്പുള്ളവർക്കും നാം വഹി നൽകിയിട്ടുണ്ട്, ലൈൻ അശ്റക്ത, താങ്കൾ ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, താങ്കളുടെ കർമ്മങ്ങളെല്ലാം പൊളിഞ്ഞു പോകും, വലതകുനന്ന മിനൽ ഖാസിരീൻ, നാളെ പരലോകത്ത് തീരെ നഷ്ടവാളികളിൽ പെടുകയും ചെയ്യുമെന്ന്. രണ്ടാമത്തേത്, വലിയ ശിർക്ക് ചെയ്ത് മരണപ്പെട്ടു പോയവന് മഗ്ഫിറത്തില്ല. വലിയ ശിർക്ക് ചെയ്ത് മരണപ്പെട്ടവന് മഗ്ഫിറത്തില്ല. ഏത് പാവത്തിനും മരിക്കുന്നതിന് മുമ്പ് തൗബയുണ്ട്. അത് എത്ര വല്ല കൊടിയ കുഫൂറും ശിർക്കുമായാലും ശരി, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നതിന് മുമ്പ് അയാൾ തൗബ ചെയ്താൽ അയാൾക്ക് തൗബയുണ്ട്. എന്നാൽ ശിർക്ക് ചെയ്തുകൊണ്ട് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവൻ മഗ്ഫിറത്തില്ല. അള്ളാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു ശിർക്ക് വെക്കുന്നത് അള്ളാഹു പൊറുക്കുക തന്നെ ഇല്ല. മരിച്ചതിന് ശേഷം അതിന് മഗ്ഫിറത്തില്ല. മൂന്നാമത്തേത്, ശിർക്ക് ചെയ്തുകൊണ്ട് ആരെങ്കിലും മരണപ്പെട്ടാൽ അവന് സ്വർഗം ഹറാമാണ്, നരകമായിരിക്കും അവൻ്റെ കാലാകാല പാർപ്പിടം. തെളിവ്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു അന്നാർ വമാ ലിസ്സാലിമീന മിൻ അൻസാർ എന്ന ആയത്താണ്. നേരത്തെ ഓതിയ ആയത്ത്. ആരെങ്കിലും ശിർക്ക് ചെയ്തുകൊണ്ട് മരണപ്പെട്ടാൽ അവന് സ്വർഗം ഹറാമാണ്, നരകമാണ് അവൻ്റെ പാർപ്പിടം. ശിർക്ക് പോലുള്ള ദുൽമ് ചെയ്യുന്നവർക്ക് ഒരു സഹായി നാളെ ഉണ്ടാവുകയില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. മറ്റ് പാപങ്ങൾക്കില്ലാത്ത 3 ശിക്ഷയാണ് ഈ ശിക്ഷ. 1, കർമ്മങ്ങൾ പൊളിഞ്ഞു പോവുക. 2, മഗ്ഫിറത്തില്ല. 3, സ്വർഗം ഹറാം, കാലാകാലം നരകത്തിൽ എന്ന്. ഇതാണ് വലിയ ഷിർക്കിന്റെ ഹുക്കുമ്. ഇനി അമ്മാ ശിർക്കുൽ അസ്ഗർ, ഇനി ചെറിയ ഷിർക്കിന്റെ ഹുക്കും എന്താണ്? ഫയുഫാരിക്കുൽ അക്ബറ ഫീ ജമീഇ മാ മള. വലിയ ഷിർക്കിനെ കുറിച്ച് നമ്മളിപ്പോൾ സംസാരിച്ചല്ലോ, അതിൻ്റെ ആ വിഷയത്തിൽ അതിനെല്ലാത്തിനും എതിരാണ്, അതിന് വിപരീതമായിട്ടാണ്, അതിനോട് മുഫാറക്കത്താകുന്നു, വിയോജിക്കുന്നുണ്ട് ഷിർക്കുൻ അസ്ഗർ.
അതായത് വലിയ ഷിർക്കിന്റെ എല്ലാ വിധികളും ചെറിയ ഷിർക്കിനും ബാധകമാകുന്നില്ല എന്നർത്ഥം. അതൽ മസ്അലത്തിൽ അഖീറ, അവസാനത്തെ മസ്അല വെച്ച്, വഹിയ മസ്അലത്തു ഹൽ യദ്ഖുലു ശിർക്കുൽ അസ്ഗറു ദാഖില തഹ്തൽ മശീഅ, ചെറിയ ഷിർക്ക് ചെയ്ത ആള് അള്ളാഹുവിന്റെ മശീയത്തിൽ പ്രവേശിക്കുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ മാത്രം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ബാക്കി വിഷയത്തിൽ പണ്ഡിതന്മാർ പറയുന്നത് വലിയ ഷിർക്ക് വേറെ, ചെറിയ ഷിർക്കിന്റെ ഹുക്കുമ് വേറെ. എന്നാൽ അള്ളാഹുവിന്റെ മശീയത്തിന്റെ കീഴിലാണോ അവൻ, അതായത് ചെറിയ ഷിർക്ക് ചെയ്തുകൊണ്ട് അയാൾ മരണപ്പെട്ടാൽ ഒന്നുകിൽ അള്ളാഹു പുറത്തു കൊടുക്കും, അല്ലെങ്കിൽ അള്ളാഹു ശിക്ഷിക്കും എന്ന ഹുക്കുമ്, മറ്റു പാവങ്ങൾക്കുള്ള ഹുക്കുമ് പോലത്തെ ഹുക്കുമ് ഇയാൾക്കുണ്ടോ, അതല്ല വലിയ ഷിർക്ക് പോലെ മശീയത്തിന്റെ കീഴിലല്ല, ചെറിയ ഷിർക്ക് ചെയ്ത് മരിച്ചാലും കാലാകാലം നരകത്തിലാണ്, അങ്ങനെയാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ഇഖ്തലഫ ഫിഹ അഹ്ലുൽ ഇൽമി അലാ ഖൗലൈൻ, പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായക്കാരാണ്. അൽ ഖൗലുൽ അവ്വലു ഇന്ന ശിർക്കൽ അസ്ഗറ ലൈസ ദാഖിലൻ തഹ്തൽ മശീഅ, അത് മറ്റു പാപങ്ങളെ പോലെ അള്ളാഹുവിന്റെ മശീയത്തിൽ പ്രവേശിക്കുക, അള്ളാഹുവിന്റെ ഉദ്ദേശത്തിൽ പ്രവേശിക്കുകയില്ല, അത് വലിയ ഷിർക്ക് പോലെ തന്നെയാണ്. ചെറിയ ഷിർക്ക് ചെയ്തിട്ട് മരണപ്പെട്ടാൽ അവൻ കാലാകാലം നരകത്തിലാണ്, അവൻക്ക് മഗ്ഫിറത്തേ ഇല്ല എന്ന അഭിപ്രായക്കാരാണ് ഒന്നാം വിഭാഗം. ഫൈനൽ ഇൻസാന ഇദാ മാത അലൈഹി, ആരെങ്കിലും ചെറിയ ഷിർക്ക് ചെയ്തുകൊണ്ട് മരണപ്പെട്ടാൽ ലാബുദ്ദ അൻ യുഅദ്ദബ്, അവൻക്ക് എന്തായാലും ശിക്ഷയുണ്ട്. വലൈസ കബാഇരി ദുനൂബ്, അത് മറ്റു വൻപാവങ്ങൾ പോലെയല്ല എന്ന്. ഖാല ബിഹാദൽ ഖൗൽ, ഈ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരാണ് അശ്ശൈഖു അബ്ദുറഹ്മാൻ ബിനു ഹസൻ വശൈഖു അബ്ദുല്ല അബാബത്തീൻ വസിദ്ദീഖ് ഹസൻ ഖാൻ പോലുള്ള പണ്ഡിതന്മാർ ഈ അഭിപ്രായക്കാരാണ്. അവർക്ക് എന്തായാലും അവർക്ക് ശിക്ഷയുണ്ട്, വലിയ ചെറിയ ഷിർക്ക് ചെയ്തവൻ എന്തായാലും ശിക്ഷയുണ്ട് എന്ന വിഷയത്തിൽ ഇവർ ഉറച്ചു നിൽക്കുന്നു. വമാല ഇലൈഹി ഷൈഖു അബ്ദുറഹ്മാൻ ഇബ്നു ഖാസിം ഈ അഭിപ്രായക്കാരനാണ്. വഹുവ ഖൗലു ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത റഹിമഹുമുല്ലാഹു അജ്മഈൻ, ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹിയുടെയും അഭിപ്രായം ഇത് തന്നെയാണ്, ചെറിയ ഷിർക്കിന് എന്തായാലും ശിക്ഷയുണ്ട് എന്ന്. വസ്തദല്ലു ബിഖൗലിഹി തആല, എന്താണ് ഇവർക്ക് ഈ വാദത്തിന് തെളിവ്? അള്ളാഹുവിന്റെ വാക്കാണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി, അള്ളാഹു ഷിർക്ക് ചെയ്തതിനെ പൊറുക്കുകയില്ല എന്ന ആയത്താണ് അവർക്ക് തെളിവ്. ഫഖാലു, അവർ പറഞ്ഞു, ബി അന്ന ഇന്ന വമാ ദഖലത്ത് അലൈഹി ഫി തഅവീൽ മസ്ദരിൻ, ഇവിടെ ഇന്ന എന്ന് കൊടുത്തിട്ടുള്ളത് ഇന്ന ആവൂല, ബി അന്ന അന്നാവും, അൻ എന്നുള്ളത് അതിൽ പ്രവേശിച്ചതും തഅവീൽ മസ്ദറാണ്. കാരണം ഇന്ന മസ്ദർ മുഅവ്വലല്ല, ഇന്നന്റെ ഇസ്മു ഖബറും മസ്ദർ മുഅവ്വലാവില്ല, അന്ന അൻ അതാണ് മസ്ദർ മുഅവ്വലാവുക. അത് ബി അന്ന അന്നാവും, അത് അയ്യുശ്രിക ബിഹിൽ അന്നുണ്ടല്ലോ, ആ അന്നും അന്നിന്റെ കൂടെ വന്ന ഫിയലും അത് മസ്ദർ മുഅവ്വലാണ്. അപ്പോൾ ഫയകൂനു തഖ്ദീർ ഇന്നല്ലാഹ എന്നാണല്ലോ, അവിടെ ഇന്നല്ലാഹ ഇല്ല, ഇന്നല്ലാഹ ലാ യഗ്ഫിറു ഇശ്റാകം ബിഹി, ഇശ്റാകം ബിഹി എന്ന മസ്ദർ മുഅവ്വൽ, ഇത് മസ്ദറുൻ സരീഹ്, അയ്യുശ്റക ബിഹി എന്നുള്ള മസ്ദർ മുഅവ്വൽ. വൈശ്റാഖുൻ എന്നുള്ളത് ഹാദിഹി നക്കിറ, ഇത് നക്കിറയാണ്. ഫി സിയാഖി നഫി, നഫീന്റെ സിയാഖിൽ. അവിടെ രണ്ട് കായിദ പറയുന്നത്, ഒന്ന് നഹ്വിന്റെ കായിദ, രണ്ട് ഉസുൽ ഫിഖിന്റെ കായിദയാണ് അദ്ദേഹം പറയുന്നത്. അന്നും അന്നിന്റെ ഫിയലും, അൻ വൽ ഫിയൽ, അന്നും അന്നിന്റെ കൂടെ പ്രവേശിക്കുന്ന ഫിയലും മസ്ദറുൻ മുഅവ്വലാണ്. അപ്പൊ അയ്യുശ്റക ബിഹി എന്നുള്ളത് അത് മസ്ദറുൻ മുഅവ്വലാണ്, അതിന്റെ മസ്ദറുൻ സരീഹ് എന്താണ്? ഇശ്റാക്കൻ ബിഹി, ഇന്നല്ലാഹ ലാ യഗ്ഫിറു ഇശ്റാക്കൻ ബിഹി, അള്ളാഹു എന്തെയില്ല ഷിർക്ക് ചെയ്യുന്നതിന് പുറത്തു കൊടുക്കുകയില്ല. അപ്പൊ ഇശ്റാക്കൻ ബിഹി എന്നുള്ളത് നക്കീറയാണ്. അടുത്തത് ഉസൂൽ ഫിഖ് പറയുന്നത് ഇശ്റാക്കൻ എന്നുള്ളത് നക്കീറയാണ്, അലിഫ്ലാം ഇല്ല, അലിഫ്ലാം ഇല്ലാണ്ടാണ് വന്നിട്ടുള്ളത്. അലിഫ്ലാം ഉണ്ടാൽ മാരിഫ, അലിഫ്ലാം ഇല്ലെങ്കിൽ നക്കീറ. അപ്പൊ ഇശ്റാക്കൻ ബിഹി എന്ന വരിക. അപ്പൊ ഇശ്റാക്കൻ ബിഹി എന്ന നക്കീറ ലാ യഗ്ഫിറു എന്ന നഫീന് ശേഷം വന്നു. ലാ യഗ്ഫിറു എന്നുള്ളത് നഫിയാണ്, പുറത്തു കൊടുക്കുകയില്ല. അപ്പോൾ നഫീന് ശേഷം നക്കീറ വന്നാൽ ആമാണ്. അന്നക്കിറത്തു ഫി സിയാഖി അന്നഫി തുഫീദുൽ ഉമൂം, അന്നഫിയു ഫി അന്നക്കിറത്തു ഫി സിയാഖി നഫി, നഫീന്റെ സിയാഖിൽ വന്ന നക്കിറ തുഫീദുൽ ഉമൂം, ആമിന്റെ അർത്ഥം കിട്ടും, എല്ലാം എന്ന അർത്ഥം കിട്ടും. സുൽഫിക്കിലെ കായികയാണ് ഫതുഫീദുൽ ഉമൂം ഫതഉമ്മു അശ്ശിർക്കൈൻ. അപ്പോൾ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി എന്ന് പറഞ്ഞാൽ ശിർക്കുൻ അക്ബറും അല്ലാഹു പുറത്തു കൊടുക്കൂല, ശിർക്കുൻ അസ്ഗറും അല്ലാഹു പുറത്തു കൊടുക്കൂല എന്ന് രണ്ട് ശിർക്കും അതിൽ പ്രവേശിച്ചു എന്ന്.
അശ്ശിർക്കൽ അക്ബറ വശ്ശിർക്കൽ അസ്ഗറ. വലിഖൗലിഹി തആല ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിസ്സാലിമീന മിൻ അൻസാർ എന്ന ആയത്തും ഷിർക്കുൻ അക്ബറും ഷിർക്കുൻ അസ്ഗറും പ്രവേശിക്കും, രണ്ടും ശിക്ഷയുണ്ട് എന്നതിന് തെളിവായിട്ട് ഈ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നതാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, തീർച്ചയായും ആരെങ്കിലും ഷിർക്ക് ചെയ്താൽ, മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിസ്സാലിമീന മിൻ അൻസാർ എന്നുള്ളത്. അപ്പം മൻ യുശ്രിക് ബില്ലാഹ്, ഇവിടെ മൻ യുശ്രിക് ബില്ലാഹ് എന്നുള്ളത്, മൻ എന്നുള്ളത് ഇസ്മുൻ മൗസൂലാണ്. ഇസ്മുൻ മൗസൂൽ എന്താണ്? ആമാണ്. അവൻ ആരും ഷിർക്ക് ചെയ്ത ആരും. അപ്പം മൻ യുശ്രിക് ബില്ലാഹ്, ഷിർക്ക്, അപ്പൊ ഏത് ഷിർക്ക് ആര് ചെയ്താലും അവൻ നരകത്തിൽ പ്രവേശിക്കും. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹി അൽ ജന്ന വമഅവാഹു അന്നാർ വമാ ലിസ്സാലിമീന മിൻ അൻസാർ. ഈ രണ്ട് ആയത്തിൽ വെച്ചിട്ടാണ് ഈ പണ്ഡിതന്മാർ ഷിർക്കുൻ അസ്ഗറും ഷിർക്കുൻ അക്ബറിനെ പോലെ തന്നെയാണ് അള്ളാഹിന്റെ തഹ്തൽ മശീയത്തിലല്ല, അള്ളാഹുവിന്റെ മശീയത്തിന്റെ കീഴിലല്ല, എന്തായാലും ശിക്ഷയുണ്ട് എന്ന അഭിപ്രായം പറഞ്ഞത്. അൽ ഖൗലു സാനി, രണ്ടാമത്തെ അഭിപ്രായം, ഇന്ന ഷിർക്കൽ അസ്ഗറ ദാഖിലുൻ തഹ്തൽ മശീഅ. ഷിർക്കുൻ അസ്ഗർ, ചെറിയ ഷിർക്ക്, അത് അള്ളാഹുവിന്റെ ഉദ്ദേശത്തിന്റെ കീഴിൽ വരും. മറ്റു പാപങ്ങളെ പോലെ തന്നെ ഇൻഷാ അദബ വ ഇൻഷാ ഗഫറ ലഹ്, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു പുറത്തു കൊടുക്കും, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു ശിക്ഷിക്കും എന്ന മറ്റ് കർമ്മങ്ങളുടെ പാപങ്ങളുടെ അതേ വിധിയാണ് ഷിർക്കുൻ അസ്ഗറിനും എന്ന അഭിപ്രായമാണ് രണ്ടാമത്തെ കൂട്ടരുടേത്. വഹുവ ലാഹിർ ഖൗലി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ്, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം ഇതാണ്. അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിർ അസ്സിഅദി റഹ്മത്തുള്ളാഹിയുടെ അഭിപ്രായം ഇതാണ് റഹിമഹുമല്ലാഹ്. വസ്തദല്ലു ബിഖൗലിഹി തആല, അവരുടെ തെളിവ് എന്താണ്? അള്ളാഹിന്റെ ഈ വാക്കാണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. നേരത്തെ കൂട്ടർ ഉദ്ധരിച്ച അതേ ആയത്തന്നെ ഇവർ തെളിവെടുക്കുന്നത്. ഇവർ പറയുന്നത് വല്ലദി ലാ യഗ്ഫിറുല്ലാഹു, അള്ളാഹുവിടെ പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം അശ്ശിർക്കുൽ അക്ബറാണ്. അവിടെ അൻ യുശ്റക ബിഹി എന്നതിലേക്കല്ല അവർ നോക്കിയത്, ലാ യഗ്ഫിറു എന്നതിലേക്ക് അവർ നോക്കി. അള്ളാഹ് പുറത്തു കൊടുക്കൂല എന്ന് പറഞ്ഞ ഷിർക്ക് അത് ഷിർക്കുൻ അക്ബറാണ്. വമാ ദൂന ദാലിക യദ്ഖുലു ഫീഹി ഷിർക്കുൽ അസ്ഗർ, അതല്ലാത്തതിൽ വയഗ്ഫിറു മാ ദൂന ദാലിക എന്നുള്ള പറഞ്ഞില്ലേ, അതുകൊണ്ട് അള്ളാഹ് ഉദ്ദേശിച്ചത് എന്താണ്? ഷിർക്കുൻ അസ്ഗർ പോലുള്ള കാര്യങ്ങളാണ് എന്ന്. വൽ മുറാദു ബിഖൗലിഹി തആല ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിസ്സാലിമീന മിൻ അൻസാർ എന്ന ആയത്ത് കൊണ്ടുള്ള ഉദ്ദേശം, ഒന്നാമത്തെ കൂട്ടർ ഈ ആയത്ത് എടുത്തിരുന്നു തെളിവായിട്ട്. എന്തിന്? ചെറിയ ഷിർക്ക് അള്ളാഹുവിന്റെ മശീയത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടുള്ള ഉദ്ദേശം അശ്ശിർക്കുൽ അക്ബർ വലിയ ഷിർക്കാണ്. അങ്ങനെ ആ ഉദ്ദേശം വലിയ ഷിർക്ക് മനസ്സിലായത് മറ്റൊരായത്ത് തെളിവാണ്. ബിദലീലി ഖൗലിഹി തആല വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വല തകൂനന്ന മിനൽ ഖാസിരീൻ എന്ന ആയത്തിലൂടെ നമുക്ക് മനസ്സിലായി എന്ത്? ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ, ആരെങ്കിലും ഷിർക്ക് ചെയ്താൽ അവന് സ്വർഗം ഹറാമാണ്, നരകമാണ് അവന്റെ പാർപ്പിടം എന്നതുകൊണ്ട് ഉദ്ദേശം വലിയ ഷിർക്കാണ്. എങ്ങനെ മനസ്സിലായത്? ഇവിടെ അള്ളാഹ് പറഞ്ഞു വലഖദ് ഊഹിയ ഇലൈക, ഓ പ്രവാചകരെ അങ്ങേക്ക് നാം വഹി നൽകി, വഇലൽ ലദീന മിൻ ഖബ്ലിക, അങ്ങേക്ക് മുമ്പുള്ളവർക്കും നാം വഹി നൽകി. എന്താ വഹി നൽകിയത്? ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, താങ്കൾ ഷിർക്ക് ചെയ്താൽ താങ്കളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. അപ്പോൾ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകുന്ന ഷിർക്ക് ഏതാ? ഷിർക്കുൻ അക്ബറാണ്. ചെറിയ ഷിർക്ക് ചെയ്താൽ കർമ്മങ്ങൾ പൊളിഞ്ഞു പോവുകയില്ല എന്നതിൽ ഇജ്മാ ഉണ്ട്. ചെറിയ ഷിർക്ക് ചെയ്താൽ അവന് മറ്റെല്ലാ കർമ്മവും പൊളിഞ്ഞു പോവില്ല എന്നത് ഇജ്മാ ഉണ്ട്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഷിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക എന്നാണ്, താങ്കൾ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. അപ്പോൾ എന്തായാലും എന്തല്ല, ചെറിയ ഷിർക്കല്ല. കാരണം ചെറിയ ഷിർക്ക് ചെയ്താൽ കർമ്മം പൊളിഞ്ഞു പോകൂല. അതുകൊണ്ട് തന്നെ ഈ ആയത്തുകളിൽ പറഞ്ഞുകൊണ്ട് ഉദ്ദേശം വലിയ ഷിർക്കാണ്, ചെറിയ ഷിർക്കല്ല. അപ്പോൾ വലിയ ഷിർക്ക് മാത്രമേ അള്ളാഹുവിന്റെ മശീയത്തിന്റെ കീഴിൽ വരാത്തതുള്ളൂ. അള്ളാഹു ഇൻഷാ അദബ വ ഇൻഷാ ഗഫറ ലഹ്, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ പുറത്തു കൊടുക്കും, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ശിക്ഷിക്കും എന്ന ആ ഗണത്തിൽ ഷിർക്കുൻ അസ്ഗറും പ്രവേശിക്കാത്തത് ഷിർക്കുൻ അക്ബർ മാത്രമാണ് എന്ന്. വബിൽ ഇജ്മാഇ അന്നൽ അമല ലാ യഹ്ബതു മഅ ശിർക്കിൽ അസ്ഗർ, ഇജ്മാ ഉണ്ട് ചെറിയ ഷിർക്കിലൂടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകൂല എന്നത്. വഇന്നമാ യഹ്ബതു മഅ ശിർക്കിൽ അക്ബർ,
കർമ്മങ്ങൾ പൊളിഞ്ഞു പോവുക വലിയ ശിർക്ക് ചെയ്താലാണ്, സൽക്കർമ്മങ്ങളൊക്കെ ബാത്തിലായി പോവുക വലിയ ശിർക്ക് ചെയ്താലാണ് ഇജ്മാ ഉണ്ട്. ഫകദാലിക തഹരീമുൽ ജന്ന ഇന്നമാ യകൂനു ഖാസൻ ബിശ്ശിർക്കിൽ അക്ബർ. അതേപോലെ തന്നെ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവന് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞില്ലേ, അതും വലിയ ശിർക്കിൽ മാത്രമാണ് ബാധകമാകുന്നത്, ചെറിയ ശിർക്കിൽ ബാധകമാകൂല. വഹാദ ഹുവൽ ഖൗലുൽ അഖ്റബ്, ഈ രണ്ടാമത്തെ അഭിപ്രായമാണ് ഏറെ ശരിയായ അടുത്ത അഭിപ്രായമായിട്ട് തോന്നുന്നു എന്ന് ഷാരിഹ് പറയാൻ. പണ്ഡിതന്മാർക്ക് രണ്ട് അഭിപ്രായമുണ്ട്. ഇദ്ദേഹത്തിന് ഈ അഭിപ്രായമാണ് ഏറെ ശരിയായിട്ട് തോന്നുന്നത്. ഇബ്നുൽ ഖയ്യിം, അബ്ദുറഹ്മാൻ നാസിർ സഅദി പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞത്. എന്നാൽ ഷെയ്ഖ് ഇബ്നു തൈമിയ്യ പോലെ മറ്റു പണ്ഡിതന്മാർ മറ്റഭിപ്രായം പറഞ്ഞവരാണ്. അപ്പോൾ രണ്ട് അഭിപ്രായമുണ്ട്. ഈ രണ്ട് അഭിപ്രായവും എന്തുതന്നെയാണ്, ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അതിൻ്റെ ശിർക്കുൻ അസ്ഗറിൻ്റെ ഗൗരവമാണ് അറിയിക്കുന്നത്. അള്ളാഹുവിൻ്റെ മശീയത്തിൻ്റെ കീഴിൽ വരുമോ ഇല്ലയോ എന്നുള്ള ചർച്ച ശിർക്കുൻ അസ്ഗർ മറ്റ് പാപങ്ങളെ പോലെയല്ല ഗൗരവമുള്ളതാണ് എന്ന് അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയാണ്, ലാക്കിൻ യജിബു അലൽ മുസ്ലിമി അൻ യഖാഫ അലാ നഫ്സിഹി ശിർക, സ്വന്തത്തിൻ്റെ മേൽ ഷിർക്കിനെ എപ്പോഴും പേടിക്കണം. ഇബ്രാഹിമു അലൈഹിമുസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാം ഉദ്ദേശം ഇബ്രാഹിമു ഖാഫ അലാ നഫ്സിഹി ഷിർക്ക്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തത്തിൻ്റെ പേരിൽ ഷിർക്കിനെ പേടിച്ചിട്ടുണ്ട്. വഹുവ ഇമാമുൽ ഹുനഫ, അദ്ദേഹം വഹീദുകളുടെ ഇമാമാണ്, എന്നിട്ട് കൂടി സ്വന്തത്തിൻ്റെ മേൽ ഷിർക്കിനെ പേടിച്ചു. ഫഫി ദുആഇഹി ഖാൽ, അദ്ദേഹത്തിൻ്റെ ദുആയിലുള്ളത്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ദുആ എന്താണ്? വജുനുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം, അല്ലാഹുവേ എന്നെയും എൻ്റെ മക്കളെയും ഷിർക്ക് ചെയ്യുന്നതിൽ നിന്നും നീ അകറ്റണേ എന്നാണ് ഇബ്രാഹിം നബിയുടെ ദുആ, മുവഹിദീങ്ങളുടെ ഇമാമിൻ്റെ ദുആ. എന്താണ് അതിൻ്റെ അർത്ഥം? ഇജ്അൽനി ഫീ ജാനിബിൻ വഇബാദത്തുൽ അസ്നാമി ഫീ ജാനിബിൻ, എന്നെ ഒരു ഭാഗത്തും ഷിർക്കിന് അസ്നാമുകളെ ആരാധിക്കുന്നതിനെ മറ്റൊരു ഭാഗത്തുമാക്കണേ, രണ്ടും വേറെ വേറെ ആക്കണേ. അതായത് അദ്ദേഹം ചോദിച്ചത് എന്താണ്? ഫസഅലല്ലാഹ അൽ ബുഅദ അനി ഷിർക്കി വവസായിലി, ഷിർക്കിൽ നിന്നും ഷിർക്കിലേക്ക് എത്തിക്കുന്ന മാർഗങ്ങളിൽ നിന്നുമെല്ലാം നീ എന്നെ വിദൂരത്താക്കണേ എന്നാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തത് എന്നർത്ഥം. വന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗറു, ഞാൻ നിങ്ങളിൽ ഏറ്റവും പേടിക്കുന്നത് ഷിർക്കുൻ അസ്ഗറാണ് എന്ന്. ഈ ഷിർക്കുൻ അസ്ഗർ എന്താണ് എന്ന് സഹാബാക്കൾ റസൂലോട് ചോദിക്കുന്നുണ്ട്. ഈ ഹദീസ് റസൂൽ പറഞ്ഞപ്പോൾ പ്രവാചകർ എന്താണ് ഷിർക്കുൻ അസ്ഗർ? റസൂൽ പറഞ്ഞു റിയാ ആണ്. എന്താണ് റിയാ എന്ന് റസൂൽ വേറെ ഹദീസിൽ പറയുന്നുണ്ട്. ഒരാൾ നിസ്കരിക്കുന്നു, അപ്പോൾ വേറൊരാൾ വരുന്നു, അപ്പോൾ അയാളെ കാണിക്കാൻ വേണ്ടിയിട്ട് നിസ്കാരത്തെ നന്നാക്കുന്നു, ഭംഗിയാക്കുന്നു, അതാണ് റിയാ എന്ന്. അപ്പോൾ അത് റിയാ എന്താണ്? ഷിർക്കുൻ അസ്ഗറാണ്. അത് അള്ളാഹു എന്ത് ചെയ്യില്ല, സ്വീകരിക്കുകയില്ല. ആരെങ്കിലും ചെറിയ ഷിർക്ക് ചെയ്തിട്ട് മരണപ്പെട്ടാൽ, റിയാ ചെയ്തിട്ട് മരണപ്പെട്ടാൽ അള്ളാഹു പറയും, നീ ആരെ കാണിക്കാൻ വേണ്ടിയാണ് അമൽ ചെയ്തത്, അയാളടുത്ത് പോയിട്ട് എന്ത് ചെയ്തോ പ്രതിഫലം വാങ്ങിക്കുമെന്ന് പറയും. ഞാൻ ഷിർക്ക് ചെയ്യുന്ന ശുറക്കാകളിൽ നിന്നും ധന്യനാണ്, ഞാൻ ഷിർക്കിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള പറയും. ഫമിൻ തമാമി തൗഹീദി, തൗഹീദിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് അൻ യഖാഫൽ മുസ്ലിമു അലാ നഫ്സിഹി ഷിർക്ക്, ഒരു മുസ്ലിം തൻ്റെ പേരിൽ തൻ്റെ മേൽ ഷിർക്കിനെ പേടിക്കുക എന്നത്, എപ്പോഴും പേടി വേണം. വഅൻ യകൂന ദായിമൻ വഅബദൻ മുഅല്ലികൻ ഖൽബഹു ബില്ലാഹി അസ്സ വജല്ല, അവൻ്റെ കൽബ് എപ്പോഴും അള്ളാഹുമായിട്ട് കണക്റ്റഡ് ആകണം, ബന്ധമുണ്ടാകണം. ഇത് തൗഹീദിൻ്റെ പൂർണ്ണതയാണ് എന്ന്. ഖൈർ, ഇവിടെ ഒരു ഭാഗം കഴിഞ്ഞ് ഇനി അടുത്തത് കാലൽ മുഅല്ലിഫു റഹിമഹുല്ലാഹ് വമിൻഹു അദ്ദബ്ഹു ലിഗൈരില്ലാഹ്, ഷിർക്കിൽപ്പെട്ടത് എന്തെന്നതിൻ്റെ ഉദാഹരണം പറയാണ്. അദ്ദബ്ഹു ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തലാണ്. അതുകൊണ്ട് അതും വായിക്കാം, വായിക്കല്ലേ. ഐ മിനശ്ശിർക്കിൽ അക്ബർ, വലിയ ഷിർക്കിൽപ്പെട്ടതാണ് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തൽ. അല്ലദീ ഹുവ നാഖിദു മിൻ നവാഖിദിൽ ഇസ്ലാം, അങ്ങനെയുള്ള ഷിർക്കിൽ അക്ബർപ്പെട്ടതാണ്, ഇസ്ലാമിനെ തന്നെ മുറിച്ച് കളയുന്ന നാഖിദിൽപ്പെട്ടതാണ്. അദ്ദബ്ഹു ലിഗൈരില്ലാഹി അസ്സ വജല്ല, കാന അല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തിയവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന്. ലാനത്ത് ഹറാമിനേക്കാൾ മേലെയാണ്, കടുത്തതാണ്. വഇന്നമാ നസ്സൽ മുഅല്ലിഫു റഹിമഹുല്ലാഹ് അലാ ഹാദിഹിൽ ഇബാദ അദ്ദബ്ഹ്, ദബ്ഹ് എന്ന ഈ ഇബാദത്തിനെ മുഅല്ലിഫ് റഹിമഹുല്ലാഹ് പ്രത്യേകം എടുത്തു പറയാൻ കാരണം ലികസ്റത്തി ദബ്ഹി ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയുള്ള അറവ് ധാരാളമായി നമ്മുടെ നാട്ടിൽ നടക്കുന്നു എന്നതിനാലാണ്. വമാ യഹ്സുലു ഹൗലൽ അൽരിഹത്തി വൽ ഖുബൂർ വനഹ്വി ദാലിക്, ജാറങ്ങളിലും ദർഗകളിലൊക്കെ ഈ സമ്പ്രദായം നല്ലോണ്ട്. ഔലിയാക്കൾക്ക് വേണ്ടിയിട്ട്, ജാറത്തിലുള്ളവർക്ക് വേണ്ടി, മക്ബറത്തിലുള്ള ആൾക്ക് വേണ്ടിയിട്ട് അറവ് നടത്തുക എന്നുള്ളത് ധാരാളം നമ്മുടെ നാടുകളിൽ നടക്കുന്നത് കൊണ്ടാണ് വലിയ ശിർക്കിൽപ്പെട്ടത് എണ്ണുന്ന കൂട്ടത്തിൽ പ്രത്യേകമായി അദ്ദബ്ഹു ലിഗൈരില്ലാഹ് എന്ന്
ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി എണ്ണിയത് എന്ന്. വദ്ദബഹു യൻകസിമു ഇലാ അഖ്സാം, അറവ് ഒരുപാട് വിഭാഗമുണ്ട്, കുറേ വിഭാഗമുണ്ട്. അൽ ഖിസ്മുൽ അവൽ, ഒന്നാമത്തെ വിഭാഗം അദ്ദബഹു തഅബ്ബുദിയു, ഇബാദത്തായ ദബ്ഹ് അറവ്. അല്ലദി ഹുവ ഇബാദ, അത് ഇബാദത്താണ്. വഹുവ അദ്ദബഹു ലില്ലാഹി സുബ്ഹാനഹു വതആല, അള്ളാഹ്ക്ക് വേണ്ടിയുള്ള അറവാണ് അറവ്. വഹുവ ഇറാഖത്തുദ്ദമി തഖർറുബൻ ലില്ലാഹി സുബ്ഹാനഹു വതആല, അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിലേക്ക് സാമീപ്യം കിട്ടാൻ വേണ്ടിയിട്ട്, പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ അള്ളാഹുവിന് വേണ്ടി അറക്കുന്ന അറവിനാണ് ഇബാദത്തായ അറവ് എന്ന് പറയാം. വയദ്ഖുലു ഫീ ദാലിക, ആ ഇബാദത്തായ അറവിൽപ്പെട്ടതാണ് ദബ്ഹുൽ അലാഹി, ഉളുഹിയ്യത്ത് അറക്കുക. ദബ്ഹുൽ ഹദായ, ഹാജിമാർ മക്കയിൽ വെച്ച് അറക്കുന്നത്. ദബ്ഹുൻ നുദൂർ, നേർച്ചയ്ക്ക് വേണ്ടി അറക്കുന്നത്. നേർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി നേർച്ചയാക്കിയത്, അല്ലാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നേർച്ച ഉറൂസല്ല. ദബ്ഹുൻ നുദൂർ, അള്ളാഹുവിനെ നേർച്ചയാക്കി അറക്കാൻ വേണ്ടിയിട്ട് ആ അറവ്. നമ്മുടെ നാട്ടിലെ നേർച്ചക്ക് ഉറൂസിന് വേണ്ടി ഇറക്കുന്നത് ഷിർക്കായതാണ്, അല്ലെങ്കിൽ ബിദഅത്തായതാണ്. ഇവിടെ ദബ്ഹുൻ നുദൂർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി അറവ് നേർച്ചയാക്കി, അങ്ങനെ അർത്ഥത്. ദബ്ഹുൽ അഖീഖ, അഖീഖയുടെ അറവ്. ഇതൊക്കെ ഇബാദത്തായ ദബ്ഹുകളാണ്, അറവുകളാണ്. വഹാദ നൗഉ മിനദ്ദബ്ഹി യുജറു അലൈഹിൽ അബ്ദു, ഈ വിഭാഗം അറവിന് ആ അർത്ഥ കൂലി കിട്ടും, കാരണം ഇബാദത്തല്ലേ, ഇബാദത്തിന് കൂലിയുണ്ട്. രണ്ടാമത്തെ അൽ ഖിസ്മു സാനി അദ്ദബ്ഹു ശിർക്കിയു, ഷിർക്കായ ദബ്ഹ്. അദ്ദബ്ഹു ലിഗൈരില്ലാഹി അസ്സ വജല്ല തഖർറുബൻ, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അറക്കുന്ന അറവിനാണ് അശ്ശിർക്കു അദ്ദബ്ഹു ശിർക്കി എന്ന് പറയാം. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് അറക്കുന്നത്. ആ അറക്കുന്നത് തന്നെ പുണ്യമായിട്ടാണ് അവർ കാണുന്നത്, ഇബാദത്തായിട്ടാണ് കാണുന്നത്, അങ്ങനെയുള്ളത്. വഹാദ ഷിർക്കുൻ അക്ബറു മുഖ്രിജും മിൻ മില്ലത്തിൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ഷിർക്കാണ്. കദ്ദബ്ഹി ലിമയ്യിത്തിൻ, ഏതെങ്കിലും മയ്യത്തിന് വേണ്ടി അറക്കുക. ഔ ഖബറിൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഖബറിന് വേണ്ടി അറക്കുക. ഔ വലിയൻ, അല്ലെങ്കിൽ ഏതെങ്കിലും വലിയന് വേണ്ടി അറക്കുക. ആ വലിയൻ്റെ സാമീപ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഈ വലിയന് വേണ്ടി അറക്കൽ ഇബാദത്താണ് എന്ന ചിന്തയിൽ, പുണ്യം കിട്ടുന്ന കാര്യമാണെന്ന ചിന്തയിൽ. അവൽ ജിന്നി, അല്ലെങ്കിൽ ജിന്നുകൾക്ക് വേണ്ടി ഇറക്കുക. വനഹവി ദാലിക്, ഇത് ധാരാളമായി നമ്മുടെ നാട്ടിലേക്ക് നടക്കുന്ന ഒരു ഷിർക്കാണ്. ചാരങ്ങൾക്ക് വേണ്ടി അറവ് നടത്തുക, ചാരങ്ങൾക്ക് വേണ്ടിയിട്ട് അറവ് നേർച്ചയാക്കുക, ഇതൊക്കെ സർവ്വസാധാരണയായി നമ്മുടെ നാട്ടിലെ മുശ്രിക്കുകൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അൽ ഖിസ്മു അസ്സാലിസു, മൂന്നാമത്തെ ഖിസ്മ് അദ്ദബ്ഹു അൽ ബിദ്ഇയ്യു, ബിദ്ഇയ്യായ ദബ്ഹ്, ബിദ്അത്തായ ദബ്ഹ്. വഹുവ അൻ യതഖറബ ലില്ലാഹി അസ്സ വജല്ല ബിദ്ദബ്ഹി ഫി ഗൈരിൽ മവാലിഇ അല്ലതി വറദ അന്ന ദബ്ഹ ഫിഹാ ഖുർബ, അള്ളാഹുവിന് വേണ്ടിയാണ് അറക്കുന്നത്, പക്ഷേ അള്ളാഹു അറക്കാൻ പാടുന്ന സമയത്തല്ല അർത്ഥത്, സ്ഥലത്ത് വെച്ചല്ല അർത്ഥത്. ഔ യതഖറബ ലില്ലാഹി അസ്സ വജല്ല ബിഗൈരിൽ ജിൻസി അല്ലതി വറദ ബിഹി ശറഉ, അല്ലെങ്കിൽ അള്ളാഹു അറക്കാൻ പറഞ്ഞ മൃഗത്തെ അല്ല അർത്ഥത്, അർത്ഥത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അള്ളാഹു അറക്കാൻ പറഞ്ഞ സ്ഥലത്തോ സമയത്തോ അല്ല അർത്ഥത്, അള്ളാഹു അറക്കാൻ പറഞ്ഞ മൃഗത്തെയോ അല്ല അർത്ഥത്. അങ്ങനെ അർത്താൽ അത് ബിദ്അത്തായ അറവാണ്. കാൻ യുലഹിയ ബിദജാജ, ഒരാൾ കോയിൻ അർത്ത്, ഉള്ള പറയാണ് ഇതിനകത്ത് പൈസയൊന്നും ഇല്ല, ശർക്ക നല്ല ആഗ്രഹമുണ്ട്, ഇന്നത്തെ ഉലുഹിയത്ത് ഞാൻ കോയിനി അറക്കുന്നു പറഞ്ഞാൽ അത് ഉലുഹിയത്താവില്ല, അത് ബിദ്അത്തായ ഉലുഹിയത്താണ്, ഹറാമാണ്, കുറ്റം കിട്ടും. തഖർറുബൻ ലില്ലാഹി അസ്സ വജല്ല, അയാൾ അർത്ഥതാരിക്ക് വേണ്ടിയിട്ടാണ്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് കാര്യമില്ല. അള്ളാഹു അറക്കാൻ പറഞ്ഞ ആട് മാട് ഒട്ടകം തന്നെ ആകണം ജിൻസ്. ഔ അൻ യുലഹിയ ഫി ഗൈരി വഖ്തിൽ ഉലുഹിയ, ഒരു ഉലുഹിയത്തിൻ്റെ സമയത്തല്ലാത്ത ഒരു സമയത്തല്ല ഇറക്കുക. ഉലുഹിയത്ത് ഇറക്കേണ്ടത് എപ്പോഴാണ്? ദുൽഹിജ്ജയിലാണ്. ഒരാൾ റബീഉൽ അവ്വലിന് ഇറക്കുകയാണ്, നബി ജനിച്ച മാസമാണ്, ഈ മാസത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ അത് അറവ് ചെയ്യാണ്, ഉലുഹിയത്ത് ഇറക്കാണ്. ഉലുഹിയത്തിന് ഞാൻ ആ മാസത്തേക്ക്, അല്ലെങ്കിൽ റമളാനിൽ ഇറക്കണം, റമളാൻ പുണ്യമുള്ള മാസമല്ലേ, അതുകൊണ്ട് ആ മാസത്തിന് ഇറക്കാനും മാസം മാറ്റി അർത്താൽ അത് ഉലുഹിയത്താകൂല. ഉലുഹിയത്തിൻ്റെ നിയ്യത്തിൽ അത് അർത്താൽ അള്ളാഹ്ക്ക് വേണ്ടി ആയാലും അത് ഹറാമാണ്, ബിദ്അത്താണ്. ഔ യതഅബ്ബദ ലില്ലാഹി അസ്സ വജല്ല ബിദ്ദബ്ഹി ഇൻദ ഖബർ ഔ ഇൻദ മകാനിൻ യുഅതഖദു ഫീഹിൽ ബറക, അല്ലെങ്കിൽ ഖബറിൻ്റെ അടുക്കൽ അറക്കുക, അറക്കുന്ന അള്ളാഹ്ക്ക് വേണ്ടിയാണ്. ഇന്ന മഹാന്റെ ഖബറിൻ്റെ അടുക്കൽ പോയി അർത്താൽ അതിന് കൂലി കിട്ടും, അല്ലെങ്കിൽ അത് വലിയ നല്ല കാര്യമാണ്. അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത്, ആ സ്ഥലത്ത് ബർക്കത്ത് കൂടുതലാണ്, അവിടെ പോയി അർത്താൽ അതൊന്നും എന്തില്ല, ശരീരത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. ഇന്ന സ്ഥലത്ത് ഇറക്കണം എന്നത് സ്ഥിരപ്പെട്ടിട്ടില്ല, എവിടുന്നും ഇറക്കാം. ഇന്ന സ്ഥലത്ത് ബർക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ആ സ്ഥലത്തെ പ്രത്യേകമാക്കിയാൽ ആ അറവ് ബിദ്അത്തായി, അത് ഹറാമായ അറവായി മാറും. ഫഹാദ മിന ദബ്ഹിൽ മുഹറം, അത് ഹറാമായ ദബ്ഹാണ്. വഹുവ ദബ്ഹുൻ ബിദ്ഇയ്യുൻ, അത് ബിദ്അത്തായ അറവാണ്. അൽ ഖിസ്മു റാബിഉ, നാലാമത്തെ ഖിസ്മ് അദ്ദബ്ഹു ലിഗൈരില്ലാഹി അസ്സ വജല്ല ലൈസ അലാ സബീലി തഖർറുബ്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയാണ് അറവ് നടത്തുന്നത്, പക്ഷേ ഒരു പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള അറവല്ല. ആ അയാൾക്ക് വേണ്ടിയിട്ട് ഇറക്കുമ്പോൾ അയാൾക്ക് അറുത്താൽ പുണ്യം കിട്ടും എന്ന ഉദ്ദേശത്തിലല്ല, അങ്ങനെയുള്ള അറവാണ്.
വൈന്നമാലിൽ കർമ്മി വല്ലിയാഫ, അതെന്തിനാണ്? ഒരു ആദരവും ഒരു അതിഥി സൽക്കാരവുമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വേറെ അറിവല്ല. നമ്മുടെ നാട്ടിൽ അതിഥി വന്നു, അപ്പോൾ അതിഥിക്ക് നമ്മൾ ആടിനെ വളർത്തുന്ന ആളാണ്, അപ്പോൾ അതിഥി ആദ്യമായിട്ട് വന്നതാണ്, ഇപ്പോൾ ഒരു ആടിനെ അറുത്തത്. ആടിന് എന്തിനാ അറുത്തത്? അതിഥികൾക്ക് വേണ്ടിയാണ് അറുത്തത്. അപ്പോൾ അതിഥികൾക്ക് വേണ്ടി അറുത്തു. പക്ഷേ ഈ അതിഥികൾ വേണ്ടി അറുക്കുന്നതിന് ഒരു പുണ്യമായ ഒരു ഇബാദത്തായിട്ട് ഒരു തഖറുബൻ ആയിട്ട് കാണുന്നുണ്ടോ? ഇല്ല. ഒരു കുർബത്തായിട്ട് കാണുന്നില്ല, മറിച്ച് അവർക്ക് ഫുഡ് കൊടുക്കണം എന്ന ഉദ്ദേശമാണ്. ഫഹാദ മഅ്മൂറുൻ ബിഹി ഫി ശറഅ, അത് ശറയിൽ കൽപ്പിക്കപ്പെട്ട കാര്യമാണ്, വേണം ഭക്ഷിപ്പിക്കണം എന്നുള്ളത്. അത് വലിയ കൂലുള്ള കാര്യമാണ്. ഈ താമിനൽ ഈമാൻ, ഭക്ഷിപ്പിക്കുക എന്നുള്ളത് ഈമാനിൽപ്പെട്ട കാര്യമാണ്. അത് ശറ കൽപ്പിച്ച കാര്യമാണ്, അതിഥികൾ സൽക്കരിക്കുക എന്നുള്ളത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ലൈഫഹു, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ അവൻ അവൻ്റെ അതിഥിയെ ആദരിക്കട്ടെ. ഇക്റാമിൻ്റെ ഭാഗമാണ് അത്. ഔ യദ്ഹബ അൻ യദ്ബഹ ലി അജ്ലി അൻ യബിയ, കച്ചവടം ചെയ്യാൻ വേണ്ടി അറക്കുക. എന്തിനാ അർത്ഥത്? വിൽക്കാൻ വേണ്ടി. അതൊന്നല്ല, ഒരു കുർബത്തായിട്ട് ഉദ്ദേശിക്കുന്നില്ല, അത് അവനക്ക് സമ്പാദിക്കണം, അത് അവൻ അറക്കാണ്. അപ്പോൾ കച്ചവടത്തിന് വേണ്ടി അറക്കാം. അവൻ യദ്ബഹ ലി അജ്ലി അൻ യഅകുല, അല്ലെങ്കിൽ തിന്നാൻ വേണ്ടി. എന്തിനാ അർത്ഥത്? അത് എനിക്ക് വീട്ടുകാർക്കൊക്കെ തിന്നാൻ വേണ്ടിയിട്ടാണ് അർത്ഥത്. അതൊക്കെ അനുവദനീയമായ കാര്യമാണ്. ഇതെന്തല്ല മേൽപ്പറപ്പെട്ട കാര്യപ്പെട്ടില്ല, മുബാഹായ കാര്യമാണ്. 4 വിഭാഗമുണ്ട് അദ്ദബഹ, അറവ്. മസ്അല, ഇതൊരു മസലയും കൂടി. അദ്ദബഹു ലിഗൈരില്ലാഹി ഇൻദ ഖുദൂമി കബീരിൻ ഔ സുൽത്താനിൻ ഔ ഹാകിമിൻ വനഹ്വിഹി ഫമാ ഹുക്മു ദാലിക. ഏതെങ്കിലും ഒരു രാജാവ് വരുമ്പോൾ, ഒരു ഭരണാധികാരി, ഇപ്പോൾ ആരെങ്കിലും വരുമ്പോൾ പ്രത്യേകമായി അറക്കുക. അങ്ങനെ അറക്കുന്നതിൻ്റെ വിധി എന്താണ്? അദ്ദേഹം പറയുന്നത് ഹാദ യൻകസിബിൽ അഖ്സാം, ഇതും കുറേ വിഭാഗമുണ്ട്. ഒന്ന്, ഇദാ ദബഹ ലിഹാദൽ ഖാദിമി തഖർറുബൻ ലഹു, അയാൾക്ക് അർത്ഥം കൊടുക്കുന്ന, അയാൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുണ്യകർമ്മമായി, ഒരു ഇബാദത്തായിട്ടാണ് അർത്ഥത് എങ്കിൽ ഫഹാദ മിന ശിർക്കിൽ അക്ബർ, കാരണം ഇബാദത്ത് അല്ലാഹ്ക്ക് പറ്റുള്ള അല്ലാഹ് കൊടുക്കാൻ പാടില്ല. 2, അൻ യദ്ബഹ ലില്ലാഹി അസ്സ വജല്ല ഇൻദ ഖുദൂമിഹി, അദ്ദേഹം വരുന്ന സന്ദർഭത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി അർത്ഥതാണ്, ഫഹാദ ദബ്ഹുൻ ബിദ്അയ്യുൻ, കാരണം ഒരു മഹാൻ വരുമ്പോൾ അർത്ഥം കൊടുക്കാൽ കൂലി കിട്ടുമെന്ന് വിശ്വസിച്ചാൽ ബിദ്അത്തായി. അർത്ഥം അള്ളാഹ്ക്ക് വേണ്ടിയാണ്, പക്ഷെ അയാൾ വരുന്ന സന്ദർഭത്തിൽ അർത്ഥത്തെ കൊണ്ട് പ്രത്യേക പുണ്യമുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ബിദ്അത്തായി, പാടില്ല. ഒരു പ്രവർത്തനം തഖ്സീസ് ചെയ്യണമെങ്കിൽ പ്രത്യേകമാക്കാൻ ദലീൽ വേണം. അതാണ് ഇതിലൊക്കെ മനസ്സിലാകുന്നത്. തഖ്സീസു ഇബാദ, തഖ്സീസ് ഇബാദത്താണ്. ഇന്ന ദിവസം, ഇന്ന സ്ഥലം, ഇന്ന സന്ദർഭം എന്നൊക്കെ പ്രത്യേകമാക്കണമെങ്കിൽ അതിന് ദലീൽ വേണം. ദലീലില്ല എങ്കിൽ അത് ബിദ്അത്തായി മാറും. അതിൻ്റെ അസലിൽ അമല് സ്ഥിരപ്പെട്ടതാണെങ്കിലും. ബിദ്അത്ത് 2 രീതിയിലുണ്ട്, ബിദ്അത്തുൻ ഹഖീഖിയ, ബിദ്അത്തുൻ ഇലാഫിയ. ബിദ്അത്തുൻ ഹഖീഖിയ എന്ന് പറഞ്ഞാൽ ദീനിൽ ഇല്ലാത്തൊരു കാര്യത്തെ പുതുതായി ഉണ്ടാക്കുക. ബിദ്അത്തുൻ ഇലാഫിയ എന്ന് പറഞ്ഞാൽ ദീനിലുള്ള കാര്യമായിരിക്കും, അതിനെ ഏതെങ്കിലും ദിവസത്തേക്കോ മാസത്തേക്കോ സ്ഥലത്തേക്കോ ചേർക്കുക. ഇപ്പോൾ നോമ്പ് ദീനിലുള്ളതാണ്, എന്നാൽ ഒരാൾ റജബ് 27 നോമ്പ് വെച്ചാൽ അത് ബിദ്അത്തുൻ ഇലാഫിയാണ്. ഒന്നാമത്തെ ബിദ്അത്തിനോട് നമുക്ക് ചോദിക്കാൻ ചോദ്യം എന്താണ്? ഈ ബിദ്അത്തിന്റെ തെളിവ് എന്താണ്? ആ ബിദ്അത്ത് എന്ന അമലിന്റെ തെളിവ് എന്താണ്? കാരണം അങ്ങനത്തെ ദീനിലില്ല. രണ്ടാമത്തെ ബിദ്അത്ത് ചെയ്യുന്ന, ബിദ്അത്ത് ഇലാഫിയ ചെയ്യുന്ന ആളോട് ചോദിക്കാനുള്ള ചോദ്യം എന്താണ്? ഈ ബിദ്അത്ത്, ഈ അമലി ഈ കോലത്തിൽ ചെയ്യാനുള്ള തെളിവ് എന്താണ്? ഈ ദിവസത്തിൽ ചെയ്യാനുള്ള തെളിവ്. ഈ ബിദ്അത്തുണ്ട്, ഈ ഇബാദത്തുണ്ട്, അങ്ങനെ പറയും നോമ്പല്ലേ നോറ്റൂടെ, നിസ്കാരമല്ലേ നിസ്കരിച്ചൂടെ, പറ്റും, അതൊക്കെ അസൽ സ്ഥിരപ്പെട്ടതാണ്. നമ്മളെ ചോദ്യം, ആ നിസ്കാരം ആ നോമ്പ് ഈ ദിവസത്തിൽ ചെയ്യാൻ, ഈ സ്ഥലത്ത് ചെയ്യാനുള്ള തെളിവ് എന്താണ്? 2 ചോദ്യം ചോദിക്കുന്നതിലൂടെ ബിദഈകൾ മുട്ടുമടക്കും എന്നാണ് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത്. ഒന്ന്, ആ ഇബാദത്തിന്റെ തെളിവ് എന്താണ്? ബിദ്അത്തുൻ ഹഖീഖിയാണെങ്കിൽ തെളിവുണ്ടാവില്ല, ബിദ്അത്തുൻ ഇലാഫിയാണെങ്കിൽ ആയത്തോതും, നോമ്പാണ് നിസ്കാരമാണ് ഹദീസും ആയത്തും പറയും. അപ്പോൾ ബിദ്അത്തുൻ ഇലാഫിയാണോ പറയുന്നതെങ്കിൽ രണ്ടാമത്തെ ചോദ്യം ചോദിക്കണം, എങ്കിൽ ആ ഇബാദത്ത് ഈ ദിവസവും ഈ സ്ഥലത്തും ചെയ്യാനുള്ള തെളിവ് എന്താണ്? അതിന് മറുപടി ഉണ്ടാവില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതായി കാണിച്ചു തരണം, പറയണം, ഇല്ലെങ്കിൽ തെളിവില്ല. അപ്പോൾ അതാണ്, ഇപ്പോൾ ഒരു ഷെയ്ഖ് വരുമ്പോൾ, ഒരു മഹാൻ വരുമ്പോൾ, ഒരു ഭരണാധികാരി വരുമ്പോൾ അയാൾക്ക് വേണ്ടി അർത്ഥം കൊടുക്കൽ പ്രത്യേകം പുണ്യമുള്ളതാണ് എന്ന് വിശ്വസിച്ചാൽ അത് ബിദ്അത്തായി, അത് ബിദ്അയ്യായി. മൂന്നാമത്തതായി യകൂന മിൻ ആദത്തിൽ ഖൗമി, ഒരു ഖൗമിൻ്റെ ആദത്താണ് ഇൽഹാറുൽ ഇക്റാം ബിദ്ദബ്ഹി ഇൻ ഇസ്തിഖ്ബാലിൽ ലൈഫ്, അതിഥി വരുമ്പോൾ അതിഥി ആദരിച്ചുകൊണ്ട് അറവ് നടത്തുക എന്നുള്ളത് ഒരു നാട്ടിലെ ഖൗമിൻ്റെ ആദത്താണ് എങ്കിൽ ഫലബാസ, അത് തെറ്റില്ല. ആ അർത്ഥത്തിലാണ് ഒരു ഷെയ്ഖ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഭരണാധികാരി, ഒരു രാജാവ് വരുമ്പോൾ അർത്ഥത് എങ്കിൽ രാജാവല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ അതിഥികൾ വരുമ്പോൾ ആ അറവ് നടത്തിയിട്ട് ഫുഡ് കൊടുക്കാറുണ്ട്, അതാണ് നമ്മളെ ശീലം. ആ ശീലത്തിൽ ചെയ്തതാണെങ്കിൽ ലബാസ്, പ്രശ്നമല്ല. നമുക്കതിന് ഇനി ലാസ്റ്റ് കൗലു കമൻ യദ്ബഹു ലിൽ ജിന്നി, അത് ദബ്ഹ് നടത്തുന്നത് പോലെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം എന്താണ്? ജിന്നിന് വേണ്ടി അറുക്കുന്നത് പോലെ എന്ന്. കമാ സയഅതി ഇൻഷാ അല്ലാഹു തആല ഫിസ് സഹറതി വൽ കഹന അല്ലദീന യദ്ബഹൂന ലിൽ ജിന്നി. ഇൻഷാ അല്ലാഹ് ആ ചർച്ച സെഹിർ ചർച്ചയിനടുത്ത് വരും.
സാഹിര്യങ്ങളും കാഹിര്യങ്ങളുമാണ് ജിന്നുകൾക്ക് വേണ്ടി അറിവ് നടത്തുക. ജിന്നുകളെ അവരുടെ കീഴിൽ വരുത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യും ജിന്നിന് വേണ്ടിയിട്ട്. ജിന്നൊരാൾക്ക് കീഴ്പ്പെട്ട് കൊടുക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ജിന്നിന് ഇബാദത്ത് ചെയ്യണം, ആ ജിന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരുപാട് മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യണം. അങ്ങനെയാണ് പിശാചുക്കളെ നമ്മുടെ വരുതിയിൽ വരുത്താൻ പറ്റുക. ഖുർആനെ നിന്ദിക്കണം, ഖുർആനെ കാലിൽ കെട്ടിയിട്ട് കക്കൂസ് ചവിട്ടണം പോലുള്ള വൃത്തികെട്ട ഹറാമുകളൊക്കെ ചെയ്താൽ മാത്രമേ പിശാച് കീയൊതുങ്ങി കൊടുക്കുള്ളൂ. അങ്ങനെ ജിന്നുകളെയും പിശാചുക്കളെയും കീയൊതുക്കാൻ വേണ്ടിയിട്ട് ഇവർ സാഹിര്യങ്ങളും കായികങ്ങളും പല പ്രവർത്തനങ്ങളും ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് സിഹ്റിൻ്റെ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യും, അവിടെ ചർച്ച ചെയ്യാം. കൗലുഹു ഔലിൽ ഖിബാബ്, അല്ലെങ്കിൽ കുബ്ബക്ക് വേണ്ടിയിട്ട്, എന്ത് മക്ബറക്ക് വേണ്ടിയിട്ട്, അഹ്ലിൽ ഖുറാഫ, ഖുറാഫികൾ ചെയ്യുന്നതുപോലെ, കബറാളികൾക്ക് വേണ്ടിയിട്ടുള്ള അറിവ്, അഹ്ലി തസവുഫ്, സൂഫികൾ ചെയ്യുന്നത് പോലെ അവരെന്ത് ചെയ്യും? മക്ബറക്ക്, ജാറത്തിന് വേണ്ടി, ദർഗക്ക് വേണ്ടിയിട്ട് അറിവ് നടത്തും. അല്ലദീന യദ്ബഹൂന ലിൽ അൽഹരിയത്തി വൽ ഖുബൂർ, അവർ കബറാളികൾക്ക് വേണ്ടിയിട്ട്, ദർഗകൾക്ക് വേണ്ടിയിട്ട് അറിവ് നടത്താറുണ്ട്. അതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. വലിയ ശിർക്കിൽപ്പെട്ട അറിവിൻ്റെ ഉദാഹരണങ്ങളിൽപ്പെട്ടതാണ് എന്ന്, ആര് ഖബറിന് വേണ്ടിയിട്ടൊക്കെ അറക്കുക എന്നുള്ളത്. അതാ അല്ലാഹു അലം. അൽഹംദുലില്ലാഹ്. ഇതോടുകൂടി അന്നാഖിലുൽ അവ്വൽ, ഒന്നാമത്തെ നാക്കിൽ കഴിഞ്ഞ്. ഇൻഷാ അല്ലാഹ് അടുത്തത് രണ്ടാമത്തെ നാക്കിലാണ്. വരും ദിവസങ്ങളിൽ നമുക്കത് വായിക്കാം. ഹദാ വല്ലാഹു അലം. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.